ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. അവരോടും എനിക്ക് പറയാനുള്ള ഒരു വലിയ നന്ദിയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. ഇതൊരു വലിയൊരു കാര്യമാണല്ലോ ഓർത്തിട്ട്. എന്നാലും നിങ്ങളെല്ലാവരും എന്നോടൊപ്പമുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ, എല്ലാവരുടെ വിശ്വാസം ഞങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ റിട്ടേണിംഗ് ഓഫീസറോടും ഈ ഉദ്യോഗസ്ഥരോടും ഒക്കെ എല്ലാ കാര്യങ്ങളുടെ ഭംഗിയായും കൃത്യനിഷ്ഠയോടും ക്രമമായും ചെയ്തതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരോടും ജനങ്ങളോടെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്കുള്ളത് കാര്യം, ഞങ്ങൾ എല്ലാവരും സീനിയറായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവരും തന്നെ നല്ല യുവത്വങ്ങളും ആണ്. എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് നമ്മുടെ നാട്ടിനെ മാറ്റിയെടുക്കണം. ഇത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കും, ഒറ്റക്കെട്ടായി ഒരു ടീമായി നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങളിത് വാഗ്ദാനം ചെയ്യും. പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. ഭരണസമിതിക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എന്തുകൊണ്ടാ കഴിഞ്ഞ 11-ാം തീയതി നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും അധികാരത്തിൽ UDF വന്നിരിക്കുകയാണ്. മഹാഭൂരിപക്ഷത്തോടു കൂടി UDF വന്നിരിക്കുകയാണ്. ഈ UDF ഭരണസമിതിയെ ഈ ഇരു സഭകളിലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അധികാരത്തിൽ കയറ്റിയ നല്ലവരായ ജനങ്ങളോട്, വോട്ടർമാരോട് നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളിൽ അർപ്പിച്ച കർത്തവ്യം, ഞങ്ങൾ അർപ്പിച്ച ഉത്തരവാദിത്തം വളരെ സൂക്ഷ്മതയോടുകൂടിയും ഭംഗിയായും ഈ നാട്ടുകാർ ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ നടത്തുമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പൗരനായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണിയൻകുടി സാഹിബിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മേഴ്സി ടീച്ചർക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജസീറാക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ ഈ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സന്തോഷകരമായ മറ്റൊരു മുഹൂർത്തത്തിനു കൂടി നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മലയോര മേഖലയുടെ പ്രതിനിധി കൂടിയായ കൽക്കുണ്ടിൽ നിന്നുള്ള നമ്മുടെ ജനപ്രതിനിധി ആനി ഡേവിഡ് എന്ന മേഴ്സി ടീച്ചർ ഈ മലയോര ഗ്രാമത്തിൻ്റെ ഉപാധ്യക്ഷയായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷകരമായൊരു മുഹൂർത്തം. അവരെ എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടിയുടെ നേതൃത്വത്തിൽ, മേഴ്സി ടീച്ചറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 24 മെമ്പർമാരും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി
പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായ വീര്യവും പോരാട്ട വീര്യവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയും ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഒന്നിച്ച് ഒരു കുടുംബമായി ഒറ്റക്കെട്ടായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് അവസാനം. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെയൊക്കെ ഈ അധികാരത്തിൽ കയറുന്നത്. നമുക്കറിയാം, താഴേക്കടയിൽ നിന്നാണ് പോകുന്നത്. നിയമസഭ പോലെയല്ല പഞ്ചായത്തിന്റെ ഓരോ കാര്യങ്ങളും വാർഡിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ജനങ്ങൾക്കനുസൃതമായ ഒരു ഭരണം നടത്തുക, അതാണ് നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്വം. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ കൈയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. നല്ല സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളൊക്കെ. പക്ഷെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ മെമ്പർമാർക്കുണ്ട്. അടുത്ത 5 വർഷം ഈ ബോർഡിനെ നയിക്കേണ്ട ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ബോർഡിനെ നയിക്കേണ്ടവരാണ് നിങ്ങൾ. വിദ്യാഭ്യാസപരമായിട്ടും കുറെ വികസന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. ബോർഡിലുള്ള ആരും മോശക്കാരല്ല, എല്ലാവരും നല്ല കഴിവുറ്റവരാണ്. നിങ്ങളുടെയൊക്കെ പ്രവർത്തനം ഈ 5 വർഷം കൊണ്ട് എടുത്തു പറയത്തക്കതായിട്ട് മാറണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് പിന്തുണയായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്നും. കരുവാരകുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം എന്നുള്ളത് സന്തോഷം നൽകുന്നതോടൊപ്പം തന്നെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കൂടുതൽ എല്ലാവരെയും ഉത്തരവാദിത്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന 24 മെമ്പർമാരും ജനപ്രതിനിധികളും അവരുടെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ കാഴ്ചപ്പാടിലും കണ്ണിലും കൃത്യമായിട്ട് കഴിവുള്ളവരും ആ കഴിവിനെ നാടിനു വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാവരെയും ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ യുവജനങ്ങളുടെയും പിന്തുണയും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം നമ്മൾ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും നമുക്കിന്നുണ്ട്. ഇന്നു മുതൽ ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ മറ്റ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി ചെയ്തതുപോലെ നമ്മൾ അവഗണിക്കാതെ മറ്റുള്ള എല്ലാവർക്കും ഒരുപോലുള്ള വികസനങ്ങൾ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് എല്ലാവർക്കും ആശംസകൾ. നമ്മുടെ പ്രസിഡന്റ് മീറ്റ് സാഹിബ്, തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് ടീച്ചർ, അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥർ, സഹമെമ്പർമാർ, ഈ ഹാളിനകത്ത് കഴിച്ചുകൂടിയ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ, വ്യക്തിത്വങ്ങളെ, വരുന്ന 5 വർഷം നീതിയുക്തമായും സത്യസന്ധമായും നമുക്ക് നല്ല രീതിയിൽ 24 മെമ്പർമാർക്കും നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു മുഹൂർത്തത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളൊക്കെ നിർവഹിച്ചു. ഇനി ഇവിടെ നിന്ന് കണ്ട് 5 വർഷത്തേക്ക് തുടർന്നും നമ്മളുടെ സഹകരണം എന്നും ഉണ്ടാവണമെന്ന് ആശ്വസിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും എല്ലാവർക്കും ആശംസ അർപ്പിച്ചു. പ്രസിഡന്റ് വന്നു, വൈസ് പ്രസിഡന്റ് വന്നു, 24 മെമ്പർമാരും വന്നു. ഇനി നമുക്ക് കരുവാരക്കുണ്ടിന്റെ വികസനമാണ്. കരുവാരക്കുണ്ട് എന്ന ഈ സമഗ്ര പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് പ്രവർത്തിക്കണം. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉയരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി